എനിക്ക് അസ്ഥിയൊരുക്കമാണ് ഡോക്ടർ, അതുകൊണ്ട് ശരീരം വല്ലാണ്ട് മെലിഞ്ഞു പോകുന്നു. കേട്ടിട്ട് വാ പൊളിച്ചു പോകുന്ന അവസ്ഥയാണിത്. പലപ്പോഴും മാറാരോഗ്യം എന്ന രീതിയിൽ വരുന്നവർ ഒരു അസുഖം പോലും ഇല്ലാത്തവരുമാവും. വൈറ്റ് ഡിസ്ചാർജ് അഥവാ വെള്ളപ്പോക്ക് നോർമൽ ആണോ? നിങ്ങളൊരു സ്ത്രീയാണെന്നും നിങ്ങളുടെ ഈസ്ട്രജൻ ഹോർമോൺ നന്നായി വർക്ക് ചെയ്യുന്നു എന്നും അറിയിക്കുന്നതാണിത്. തികച്ചും നോർമൽ. ഋതുമതി ആവുന്നതിന് 1 വർഷം മുമ്പൊക്കെ തുടങ്ങി ആർത്തവ വിരാമം വരെ ഇത് എല്ലാ സ്ത്രീകളിലും ഉണ്ടാവും. ഇതിന് പ്രത്യേക മണമൊന്നും ഉണ്ടാവില്ല. അളവും കൺസിസ്റ്റൻസിയും ഒക്കെ പീരീഡ് സൈക്കിൾ അനുസരിച്ച് മാറ്റം വന്നേക്കാം. പീരീഡ്സിന്റെ ശേഷവും തൊട്ടു മുമ്പും ഒക്കെ കുറച്ച് കട്ടിയായി വൈറ്റ് കളറിൽ കാണുന്ന ഇവ മിഡ് സൈക്കിൾ അല്ലെങ്കിൽ ഓവുലേഷൻ ടൈം ആവുമ്പോൾ അളവ് കൂടി വാട്ടറി ആൻഡ് സ്ലൈമി ആയി മാറുന്നു. വെജൈനയുടെ പൊഴിഞ്ഞു വീഴുന്ന കോശങ്ങളും ഗ്രന്ഥികളുടെ സെക്രീഷനും കൂടാതെ നോർമൽ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ലാക്റ്റിക് ആസിഡും മാത്രമുള്ള ഈ സ്രവം വെജൈനയുടെ നോർമൽ pH മെയിൻറ്റെയിൻ ചെയ്ത് രോഗാണുക്കളെ അകറ്റുന്നതിലും സെക്ഷൽ കോൺടാക്റ്റിൽ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതിലും വഹിക്കുന്ന പങ്ക് ചില്ലറയല്ല. അപ്പൊ ഇത് അസ്ഥി ഒരുക്കി വരുന്നൊന്നുമല്ല. ഇത് കാരണം ആരും മെലിയയില്ല. അപ്പൊ പിന്നെ ഡിസ്ചാർജ് ഒരിക്കലും അബ്നോർമൽ അല്ല ആവാലോ. പീരീഡ്സ് ആൻഡ് സെക്ഷൽ ഹൈജീൻ മോശമാകുമ്പോൾ, ഇറുകിയ സിന്തറ്റിക് അണ്ടർവെയർ, ഡെയിലി പാന്റി ലൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, പ്രഗ്നൻസി, ഡയബറ്റിസ് തുടങ്ങി പ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥയിൽ, അമിതമായ സോപ്പിന്റെയും സെന്റഡ് ബാത്ത് പ്രൊഡക്ട്സിന്റെയും ഉപയോഗമൊക്കെ കാരണം വെജൈനയുടെ ആസിഡിക് pH മാറാനും പുറത്തുനിന്ന് രോഗാണുക്കൾ കടന്നു വരാനും കാരണമായേക്കാം. അപ്പൊ ലക്ഷണങ്ങളും മാറുമെന്ന് മാത്രം. ഡിസ്ചാർജ് കട്ട തൈര് പോലെ കടുത്തു പോവുക, കൂടെ ചൊറിച്ചിൽ, നീറ്റൽ, ചുവന്ന തടിപ്പൊക്കെ അനുഭവപ്പെടുക, നിറം മാറി മഞ്ഞ, പച്ച, ചാര കളർ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ആയി കാണുക, ദുർഗന്ധം അനുഭവപ്പെടുക, അടിവയറ്റിലും ബന്ധപ്പെടുമ്പോഴും വേദന അനുഭവപ്പെടുക, ഇതെല്ലാം ഇൻഫെക്ഷന്റെയും മറ്റ് അസുഖങ്ങളുടെയും ലക്ഷണമായേക്കാം. ഇതാണ് രോഗം. അപ്പോൾ മാത്രം നിങ്ങളൊരു ഡോക്ടറെ കാണണം.